അപ്രതീക്ഷിതമായി കൊല്ലം ബീച്ചിലേക്ക് ഒരു അതിഥി എത്തിയപ്പോഴുണ്ടായ കൗതുക കാഴ്ചകളിലേക്കാണ് ഇനി. ആകാംക്ഷയും കൗതുകവും നിറഞ്ഞ സമയങ്ങളായിരുന്നു ബീച്ചിൽ. പിന്നീട് അങ്ങോട്ട് കൊല്ലം ബീച്ചിൽ നിന്നുള്ള ആ വിശേഷങ്ങളിലേക്ക്. അർദ്ധരാത്രിയിൽ കൊല്ലം ബീച്ചിലെത്തിയ അതിഥിയാണിത്. ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമ. ആഴക്കടലിൽ നിന്നും തീരത്തേക്കെത്തുക അപൂർവമായതുകൊണ്ട് തന്നെ തീരത്തെത്തിയ അതിഥി എന്നു തന്നെ വിശേഷിപ്പിക്കാം. ആഴക്കടലിൽ നിന്നും ആമ തീരത്തെത്തിയത് വെറുതെ അങ്ങ് മടങ്ങാനല്ല, അതിന് കാരണവുമുണ്ട്. അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. മുട്ടയിടുക എന്നതായിരുന്നു തീരത്തെത്തിയ കടലാമയുടെ ലക്ഷ്യം. അതും 1, 2, 10, 20 ഒന്നുമല്ല, 112 മുട്ടകൾ. കൊല്ലം ബീച്ചിലുണ്ടായിരുന്നവർ പോലീസിനെ അറിയിച്ചതനുസരിച്ച് കൊല്ലം സോഷ്യൽ ഫോറസ്റ്റ് സംഘം തീരത്തെത്തി പരിശോധനകൾ നടത്തി. കടലാമ തീരത്തെത്തിയതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി ആഴക്കടലിലേക്ക് മടങ്ങിയെങ്കിലും പിന്നീടങ്ങോട്ടുള്ള 1.5 മണിക്കൂർ ബീച്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുട്ടകൾ കണ്ടെത്തുന്നതിനുള്ള സംഭവബഹുലമായ ശ്രമങ്ങളായിരുന്നു. അങ്ങനെ ആകാംക്ഷയും കൗതുകവും നിറഞ്ഞ നിമിഷങ്ങൾക്കൊടുവിൽ മുഴുവൻ മുട്ടകളും കണ്ടെത്തി. കൊല്ലം ബീച്ചിൽ അടുത്ത കാലത്ത് കൊല്ലം ബീച്ചിന്റെ സമീപ പ്രദേശങ്ങളിൽ ഒലിവ് റിഡ്ലി മുട്ടയിടാറുണ്ടെങ്കിലും കൊല്ലം ബീച്ചിന്റെ ഒത്ത മധ്യഭാഗത്ത് മുട്ടയിടുന്നത് അടുത്ത കാലത്ത് ആദ്യമാണ്. 100ഓളം മുട്ടകളുണ്ട്. മുട്ടകൾ വളരെ സേഫായിട്ട് നമ്മൾ മാറ്റിയിട്ട് വാട്ടർ ലൈനിൽ നിന്ന് സേഫായിട്ടുള്ള ഒരു അകലത്തിൽ അനുയോജ്യമായ ഒരു ഡെപ്തിൽ നമ്മൾ പ്ലാൻ ചെയ്യും. കടലാമ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് നമ്മൾ വനവകുപ്പും നമ്മുടെ പൊതുജനങ്ങളും എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. അതൊരു കാരണം പലതാണ്. കാര്യം കടലാമ എന്ന് പറയുന്ന വംശം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. ഇതിനെ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യകത ആയി മാറിയിരിക്കുകയാണ്. കടലാമ എന്ന് പറയുന്നത് നമ്മളെ കടലിനെ സംരക്ഷിക്കുന്ന ഒരു ജീവി കൂടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലുണ്ടാകുന്ന അഴുക്കുകളും മറ്റ് വിഷാംശമുള്ള പായലുകളും എല്ലാം തിന്ന് ഇത് കടലിനെ സംരക്ഷിക്കുന്ന ഒരു ജീവിയാണ്. കടലോരത്ത് തന്നെ കടലാമയുടെ മുട്ടകൾക്ക് സംരക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. കാവലിന് ആളിനെയും ചുമതലപ്പെടുത്തി. 45 ദിവസം വേണം മുട്ട വിരിയാൻ. ജനം, കൊല്ലം.